മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങുകയാണ് ശബരിമല. ഇനി 4 ദിവസം മാത്രമാണ് മകരവിളക്ക് മഹോത്സവത്തിനുള്ളത്. ഇതിന്റെ ഭാഗമായി ഇന്നു മുതൽ കൂടുതൽ ഭക്തർ എത്തിത്തുടങ്ങും. ഇന്നലെ ശബരിമലയിൽ ദർശനം നടത്തിയ ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി വെറും 4 ദിവസമാണ് മകരവിളക്ക് മഹോത്സവത്തിന് ഉള്ളത്. ജനുവരി 14 മകരവിളക്ക് മഹോത്സവം. ജനുവരി 12 തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചത് ജനുവരി 14 സന്നിധാനത്തെത്തും. ഇതോടനുബന്ധിച്ച് കൂടുതൽ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ഭക്തരാണ് ഈ ദിവസങ്ങളിൽ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കം നിരവധി ഭക്തർ എത്തുന്നു. പ്രതിദിനം ഏകദേശം 1 ലക്ഷത്തോളം ഭക്തരാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി ഭക്തരുടെ എണ്ണത്തിൽ അല്പം കുറവുണ്ട്. അതായത് 1 ലക്ഷത്തിൽ താഴെ മാത്രമായിരുന്നു ഭക്തരുടെ എണ്ണം ഉണ്ടായിരുന്നത്. എങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ, അതായത് 4 ദിവസം മാത്രമാണ് മകരവിളക്ക് മഹോത്സവത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർ എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ശബരിമല സന്നിധാനത്ത് വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പമ്പയിൽ നിന്ന് അടക്കം ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി പുതിയ പോലീസ് ബാച്ചും ചുമതല ഏറ്റിട്ടുണ്ട്. 1534 പോലീസുകാരാണ് നിലവിൽ ഈ ഒരു 6ാമത്തെ ബാച്ചിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ കൂടുതൽ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പമ്പ മുതൽ ഇത്തരത്തിലുള്ള കൃത്യമായ നിയന്ത്രണം ഉണ്ട്. നിലയ്ക്കൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ട്. അവിടെ മുതൽ തന്നെ കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ഭക്തർ എത്തും എന്ന സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ കർശനമായ നിയന്ത്രണം പല ഇടങ്ങളിലും ഉണ്ട്. പമ്പ മുതൽ നിയന്ത്രണം, അതിനുശേഷം മരക്കൂട്ടത്ത് നിന്നാണ് പുതിയ ഓരോ കൂട്ടമായിട്ട് സന്നിധാനത്തേക്ക് ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ശരംകുത്തി വഴി കൂടുതൽ ഭക്തർ എത്തുന്നുണ്ട്. ഇവിടെ മുതൽ മരക്കൂട്ടം മുതലാണ് ക്യൂ ആയി ഭക്തരെ ഇങ്ങോട്ട് കടത്തിവിടുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർ എത്തും എന്ന് കണ്ടുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കർശനമായ ഒരു നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ ഭക്തർ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്ന ഭക്തർ പല ഇടങ്ങളിലും തമ്പടിച്ച് ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പർണശാലകൾ കെട്ടി ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ഭക്തജന തിരക്ക് സന്നിധാനത്തും പരിസരത്തും നിലവിൽ ഇപ്പോൾ ഉണ്ട്.